ചില ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കും ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴും പിന്നെ അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് നടക്കുമ്പോഴും എല്ലാവരും ഒരു ജസ്റ്റ് ഒരു ക്രാക്കിംഗ് സൗണ്ട് പോലെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? എന്താ അതിന്റെ കാരണം? അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ ക്രെപ്പിറ്റസ് കേൾക്കാന്ന് പറയും. അതെ, ക്രെപ്പിറ്റസ് എന്നാണ് പറയാ. ക്രെപ്പിറ്റസ് കേൾക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ക്രാക്കിംഗ് പോലെ, ചിലപ്പോൾ ഗ്രൈൻഡിങ് പോലെ, ചിലപ്പോൾ പോപ്പിംഗ് പോലെ, അങ്ങനെ പല ടൈപ്പിലായിരിക്കും നമുക്കത് കേൾക്കാം. അതിപ്പോ പ്രായമുള്ളവരെന്നില്ല. പണ്ട് നമുക്കൊരു 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോഴേ ഈ സൗണ്ട് കേൾക്കുള്ളായിരുന്നു. സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ നോർമലി കുറച്ച് ഹൈറ്റിലേക്ക് നടക്കുമ്പോഴൊക്കെ ടിക് ടിക് സൗണ്ടുകൾ കേൾക്കും, അങ്ങനെ കേൾക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവരെന്നില്ല, യൂത്തിലും അത് കോമൺ ആണ്. ഇപ്പൊ വെറുതെ നമ്മളിങ്ങനെ തല ഇങ്ങനെ ആക്കുമ്പോഴേ സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ കാലൊന്നിങ്ങനെ നമ്മൾ ചെറുത മൂവ് ചെയ്യുമ്പോഴേ സൗണ്ട് കേൾക്കുന്നത്, നിന്നിട്ട് കാലൊന്നിങ്ങനെ ഫ്ലെക്സ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ സൗണ്ട് കേൾക്കാം. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ക്രെപ്പിറ്റസ് തന്നെയാണ് മുട്ടിൽ കേട്ടത്. അപ്പൊ അങ്ങനെ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല കാരണങ്ങളും വരും. അതിൽ മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു PFS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, പാറ്റലോ ഫ്യൂമറൽ പെയിൻ സിൻഡ്രം എന്ന് പറയും. അതെന്ന് പറയുമ്പോൾ ഫ്യൂമർ മീൻസ് നമ്മുടെ തൈബോൺ ആണ്. ആ തൈബോണിന് മുകളിൽ ചിരട്ട മൂവ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവുന്ന പെയിനും അതിൻ്റെ കൊണ്ടുണ്ടാവുന്ന സൗണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജോയിന്റ് എന്ന് പറഞ്ഞാൽ സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സംഭവത്തിലാണ് കിടക്കുന്നത്. അതിന് ചുറ്റും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ആ സൈനോവിൽ ഫ്ലൂയിഡിൽ എയർ ബബിൾസ് ഉണ്ടാവും, അതുകൊണ്ടും അങ്ങനെ വരാം. എയർ ബബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ എയർ ഓടി നടക്കാണല്ലോ, എവിടെ വേണോ വരാം, ചാൻസസ് ഉണ്ട്. ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാരും ടൈംലി ഫുഡ് എടുക്കില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാസ് കയറും. ആ ഗ്യാസ് ഇപ്പോ എങ്ങനെയായിരുന്നാലും പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ 100% മുഴുവനും പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ അത് പല തരത്തിൽ ഇപ്പൊ പറയുന്ന നമ്മൾ പറയാറുണ്ട്, എയർ ബബിൾ പോലെ എന്താണ് ബ്രെയിനിൽ കയറിയിട്ടാണ് സ്ട്രോക്ക് ഉണ്ടായത്. എങ്ങനെയാ തലയിലേക്ക് എയർ ബബിൾ പോയെ? അപ്പം ശരീരത്തിൽ ആവശ്യമില്ലാതെ എയർ ഇങ്ങനെ ബാക്കി കിടക്കുന്നത് ശരീരത്തിൽ പല റൂട്ടിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് എവിടെ എങ്ങനെ ചെന്ന് പ്രശ്നമാവുന്ന നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മുട്ടിന്റെ കാര്യത്തിലും സംഭവിക്കാം. അതെ. പിന്നെ തേയ്മാനം കേസുകളിലാണ് ഏറ്റവും കൂടുതലും ക്രെപ്പിറ്റസ് കാണാം. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നോർമൽ എക്സാമിനേഷനിൽ പോലും നമുക്ക് ആ ക്രെപ്പിറ്റസിന്റെ സൗണ്ടും അല്ലെങ്കിൽ ആ ഗ്രൈൻഡിങ് സൗണ്ടും ഒക്കെ വെച്ചിട്ട് എത്രത്തോളം ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഒരു 30 to 50 ആ ഒരു ഏജിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് കണ്ടുവരുന്നത്.